ഹായ് ഓൾ, നമ്മളിന്ന് പുതിയൊരു ക്വസ്റ്റ്യൻ ആണ് പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ ഈസ് LCM ആൻഡ് GCD വിത്ത് LCM എന്ന് വെച്ചാൽ ലീസ്റ്റ് കോമൺ മൾട്ടിപ്ലയർ, GCD എന്ന് വെച്ചാൽ ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ. ഓക്കെ, അതിൽ ഗിവൻ ടു ഇൻഡിജേഴ്സ് എ ആൻഡ് ബി, അതായത് ഇൻപുട്ട് ആയിട്ട് രണ്ട് ഇൻഡിജേഴ്സ് തന്നിട്ടുണ്ട് എ ആൻഡ് ബി. യു ഹാവ് ടു കമ്പ്യൂട്ട് ദെയർ LCM ആൻഡ് ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ ആൻഡ് റിട്ടേൺ ആൻ അറേ കണ്ടെയ്നിങ് ദെയർ LCM ആൻഡ് GCD. അപ്പോൾ അറേ എന്ന് പറയുന്ന ഒരു അറേയാണ് റിട്ടേൺ ചെയ്യുന്നത് LCM, അതായത് LCM 5ന്റെയും 10ന്റെയും LCM എത്രയാ? 10. 5ന്റെയും 10ന്റെയും ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ എന്താണ്? 5. അപ്പം ഇതിന്റെ LCM ഫസ്റ്റിലും ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ സെക്കൻഡിലും വരുന്ന ഒരു അരയാണ് എന്ത് ചെയ്യേണ്ടത്? ഔട്ട്പുട്ട് ആയിട്ട് തരേണ്ടത്. ഓക്കെ, A14, B8, ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ 14, 8, അതിന്റെ LCM 56, GCD 2. ഓക്കെ, നമ്മൾ ഇതിൽ ആദ്യം കണ്ടുപിടിക്കേണ്ടത്, ആദ്യം മനസ്സിലാക്കേണ്ടത് ഇതിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യാമെന്നാണ്. എന്താണ് LCM, എന്താണ് LCM, ഓക്കെ സോറി, എന്താണ് LCM, എന്താണ് ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ, ഇത് രണ്ടാണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കുന്നത്. എന്താണ് LCM, എന്താണ് ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ. നമുക്ക് രണ്ട് ഇൻപുട്ട് തന്നിട്ടുണ്ട്. ഞാൻ ഫോർ എൻ എക്സാമ്പിൾ എക്സ് എന്ന് പറ, ഓക്കെ, നമുക്ക് എയും ബിയും ഓൾറെഡി തന്നിട്ടുണ്ട്, അപ്പം നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എടുക്കേണ്ടതില്ല. അപ്പം LCM എന്ന് പറയുന്നതും ഞാൻ എക്സാമ്പിൾ എടുക്കുകയാണ്, which is the example 8 and 14. 8 and 14. അതിന്റെ LCM കണ്ടുപിടിക്കണം, ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസറും കണ്ടുപിടിക്കണം. അതിനു മുന്നേ നമ്മൾ എന്താണ് LCM, എന്താണ് ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ, ഇത് രണ്ടും മനസ്സിലാക്കണം. എന്താണ് LCM, എന്താണ് ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ. ഓക്കെ, ഓക്കെ, ഓക്കെ. സോ നമുക്ക് എന്താണ് നമ്മുടെ ക്വസ്റ്റ്യൻ അല്ലേ, എന്താണ് LCM, എന്താണ് LCM, സോറി, എന്താണ് LCM, എന്താണ്, അതായത് എന്താണ് LCM, പിന്നെ എന്താണ് ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ, ഇത് രണ്ടാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇത് രണ്ടിലും നമുക്കറിയാം, എപ്പോഴും ചെയ്യുമ്പോൾ ഒരു മെത്തേഡ് ഉണ്ട് അല്ലേ, ഒരു മെത്തേഡ് ഉണ്ട്. ഇതില് പറയുകയാണെങ്കിൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. നമുക്ക് രണ്ട് കാര്യങ്ങളാണ് കണ്ടുപിടിക്കേണ്ടത്, വിച്ച് ഈസ് LCM ആൻഡ് ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ. ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇതില് നമുക്ക് കുറെ ഇക്വേഷൻസ് ഉണ്ട് ഇല്ലേ, കുറെ ഇക്വേഷൻസ് ഉണ്ട്. അപ്പം ആ ഇക്വേഷൻസ് ഒക്കെ നമ്മൾ എല്ലാം ഒന്നും ബൈ ഹാർട്ട് ചെയ്യണ്ട, പക്ഷെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് ഓരോന്നും മനസ്സിലാക്കും. അതിൽ LCM കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. ഇപ്പം നമുക്ക് രണ്ട് ഇൻപുട്ട് തന്നിട്ടുണ്ട്, നമുക്ക് രണ്ട് ഇൻപുട്ട് എയും ബിയും തന്നിട്ടുണ്ടെങ്കിൽ, രണ്ട് നമ്പേഴ്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ LCM കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ A into B divided by ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ ഓഫ് A and B. മനസ്സിലായി? അതായത് നമുക്ക് ഒന്നും കൂടി ശ്രദ്ധിച്ച് കേൾക്കാം. നമുക്ക് രണ്ട് നമ്പേഴ്സ് തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ LCM കാണുന്നത് എങ്ങനെയാ? A into B ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ ഓഫ് A and B. അത് കഴിഞ്ഞ ശേഷം അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ കാണണം. അതിനു വേണ്ടി നമ്മൾ ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ കാണണം. ഓക്കെ ആണല്ലോ? ഓക്കെ, ഇനി അതായത് ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ. എങ്ങനെയാണ് ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ കാണുന്നത്? ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അതിന് മുന്നേ എക്സാക്ട്ലി ഇപ്പം നമ്മളൊരു LCM കാണാനുള്ള ഇക്വേഷൻ ഒരു സൈഡിലുണ്ട്. എക്സാക്ട്ലി എന്താണ് LCM എന്നും എന്താണ് ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ എന്നും നമ്മൾ മനസ്സിലാക്കുന്നത്. എക്സാക്ട്ലി എന്താണ് LCM എന്നും ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ എന്നും മനസ്സിലാക്കാം. ഞാൻ രണ്ട് എക്സാമ്പിൾ എടുക്കുകയാണ്. ഇൻപുട്ട് 6ഉം 9ഉം. എൻ്റെ ഇൻപുട്ട് ഏതൊക്കെയാണ്? 6ഉം 9ഉം.
LCM എന്ന് പറഞ്ഞാൽ നമുക്ക് ലീസ്റ്റ് കോമൺ മൾട്ടിപ്ലയർ. ലീസ്റ്റ് കോമൺ മൾട്ടിപ്ലയർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോ നമ്പേഴ്സ് ഉണ്ട്. ഓരോ നമ്പേഴ്സ്, അതായത് നമുക്കൊരു ഹോൾ നമ്പർ ഉണ്ടല്ലേ, 1 2 3 4 ടു ഇൻഫിനിറ്റി. ഇതാണ് നമ്മുടെ ഹോൾ നമ്പേഴ്സ്. ലീസ്റ്റ് കോമൺ മൾട്ടിപ്ലയർ എന്ന് വെച്ചാൽ ആറിന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എന്താ, അല്ലെങ്കിൽ ആറിന്റെ മൾട്ടിപ്ലയേഴ്സ് എന്താ? 6 into 1 6, 6 into 2 12, 6 into 3 18, 6 into 4 24, അങ്ങനെ പോകും ആറിന്റെ മൾട്ടിപ്ലയേഴ്സ്. 9ന്റെ മൾട്ടിപ്ലയേഴ്സോ 9 8 27 36 അങ്ങനെ പോകും. അപ്പം ലീസ്റ്റ് കോമൺ മൾട്ടിപ്ലയേഴ്സ് അപ്പം നമ്മൾ 6ന്റെയും 9ന്റെയും മൾട്ടിപ്ലയേഴ്സ് കണ്ടു. മൾട്ടിപ്ലയേഴ്സ് ആണ് ഇവിടെ ഉള്ളത്. 6 9 12 18 24 9 8 അങ്ങനെയുള്ളത് മൾട്ടിപ്ലയേഴ്സ്. അപ്പം നമുക്ക് എന്ത് കിട്ടി? രണ്ടിന്റെയും മൾട്ടിപ്ലയേഴ്സ് കിട്ടി. ഇനി എന്താന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ അതെന്താ, ലീസ്റ്റ് കോമൺ. ഈ മൾട്ടിപ്ലയേഴ്സ്, ഈ രണ്ട് മൾട്ടിപ്ലയേഴ്സിലും ലീസ്റ്റ് കോമൺ ഏതാ, അതായത് ഏറ്റവും ചെറിയ കോമൺ ഏതാ? 6 ആണോ? കോമൺ ആണോ? അല്ല. 12 ആണോ? അല്ല. 18 ഉണ്ട്. 18, അതായത് അപ്പൊ ലീസ്റ്റ് കോമൺ ആയിട്ട് വന്നത് ആരാണ്? 18. ലീസ്റ്റ് കോമൺ ആയിട്ട് വന്നത് ആരാ? 18. അപ്പം നമ്മുടെ 6ന്റെയും 8ന്റെയും ലീസ്റ്റ് കോമൺ മൾട്ടിപ്ലയർ ആരാണ്? 18. അതെങ്ങനെയാ കണ്ടുപിടിച്ചത്? ലീസ്റ്റ് കോമൺ മൾട്ടിപ്ലയേഴ്സ് എങ്ങനെയാ കണ്ടുപിടിച്ചത്? 6ന്റെ മൾട്ടിപ്ലയേഴ്സ് എല്ലാം എടുത്തു, 9ന്റെ മൾട്ടിപ്ലയേഴ്സ് എല്ലാം എടുത്തു, അത് രണ്ടും കോമൺ കണ്ടുപിടിച്ചു. അപ്പം ഇത് നമുക്ക് എന്താ കോഡ് ചെയ്തിട്ട്, റോ കോഡ് ചെയ്തിട്ട് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് കുറച്ച് ടാസ്ക് ആണ്. മനസ്സിലായല്ലോ? കാരണം എന്താ, ഇൻഫിനിറ്റി ഓഫ് നമ്പേഴ്സ് ഉണ്ട്. നമ്മൾ ഇൻഫിനിറ്റി ഓഫ് നമ്പേഴ്സ് ചെക്ക് ചെയ്യേണ്ടി വരും. ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മെത്തേഡ്സ് ഒക്കെ ആയിരിക്കും ചെക്ക് ചെയ്യേണ്ടത്. അപ്പം അതിന് പകരം നമുക്ക് ഓൾറെഡി ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്, LCM കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഈ ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്താൽ മതി, നമുക്ക് ഓൾറെഡി തന്നിട്ടുള്ള ഈ ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യണമെങ്കിൽ നമുക്കിനി ഗ്രേറ്റസ്റ്റ് കോമൺ, ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, എനിക്ക് ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ കണ്ടുപിടിക്കണം. അപ്പോൾ എനിക്ക് ഇക്വേഷൻ അപ്ലൈ ചെയ്യണമെങ്കിൽ ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ കണ്ടുപിടിക്കണം. എന്താണ് ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ? ഞാൻ വീണ്ടും എൻ്റെ എക്സാമ്പിൾ എടുക്കുന്നു, which is 6 and 9. വീണ്ടും എൻ്റെ എക്സാമ്പിൾ ഞാൻ എടുത്തു. എൻ്റെ എക്സാമ്പിൾ എന്താണ്? 6ഉം 9ഉം. 6ഉം 9ഉം ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ ആണ്. ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ. ഓക്കെ, ഡിവൈസേഴ്സ് ആണ്. ഡിവൈസർ എന്താണ്? ഡിവൈസർ ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ. അപ്പം നമുക്ക് ആറിന്റെ ഡിവൈസേഴ്സ് ഏതൊക്കെയാണ്, അതായത് ആറിനെ ഏതൊക്കെ സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതായത് ഡിവൈസേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഡിവൈസേഴ്സ് ആർ നമ്പേഴ്സ് ദാറ്റ് ഡിവൈഡ് അനദർ നമ്പർ വിതൗട്ട് ലീവിങ് എ റിമൈൻഡർ. അപ്പം ഏതൊക്കെയോ കുറച്ച് സംഖ്യ വെച്ച് ആറിനെ ഡിവൈഡ് ചെയ്യും. കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഏതൊക്കെയോ കുറച്ച് സംഖ്യ കൊണ്ട് ആറിനെ കറക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതായത് ഒന്നും കൂടി ശ്രദ്ധിക്കുക, ഏതൊക്കെയോ നമ്പേഴ്സ് വെച്ചിട്ട് ആറിനെ കറക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതാണ് ഡിവൈസസ്. അപ്പം 1 കൊണ്ട് ഒബ്വിയസ്ലി ഡിവൈഡ് ചെയ്യാൻ പറ്റും, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, 3 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും, 6 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പം ആറിന്റെ ഡിവൈസേഴ്സ് എന്ന് പറയുന്നത് എന്താ? 1 2 3 6. കാരണം ഇത്രയും നമ്പേഴ്സ് കൊണ്ട് ആറിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. 9ന്റെ ഡിവൈസേഴ്സോ? 9നെ ഏതൊക്കെ നമ്പേഴ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും? 1 കൊണ്ട് പറ്റും. ഏതൊക്കെ കൊണ്ടാ പറ്റുക? 1 കൊണ്ട് പറ്റും, 3 കൊണ്ടും പറ്റും, 9 കൊണ്ടും പറ്റും. അപ്പം 9ന്റെ ഡിവൈസസ് ഏതൊക്കെ? 1 3 9. അപ്പം ഡിവൈസസ്. ഇനി ഇതിൽ ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസസ്, ഇതിന്റെ കോമൺ ഡിവൈസസ് എത്രയൊക്കെയാ? കോമൺ ഡിവൈസേഴ്സ് 1 കോമൺ ആണ്, 2 ഇല്ല, 3 കോമൺ ആണ്, പിന്നെ 6 1 ഇല്ല. അപ്പം ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസേഴ്സ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? 2ഉം 1ഉം. ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസേഴ്സ് ഏതൊക്കെയാ? 1ഉം
3. ഇതിൽ ഏറ്റവും ഗ്രേറ്റസ്റ്റ് ഏതാ? 3. അപ്പം ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസേഴ്സ് കിട്ടി. അപ്പം എൽസിഎം എന്താണെന്ന് മനസ്സിലാക്കി. എൽസിഎം എന്ന് പറഞ്ഞ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ വരുന്ന എൽസിഎം എന്താണെന്ന് മനസ്സിലാക്കി. എൽസിഎം ഞാൻ ഡിലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. എൽസിഎം മനസ്സിലാക്കി. ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസസ് മനസ്സിലാക്കി. ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസസ് ഇത് നോക്കിക്കേ. നമ്മൾ ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസസ് അപ്പം നമുക്കിപ്പോൾ എന്താ വേണ്ടത്? ഇനി ചെയ്യേണ്ടത് ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസസ്. നമുക്കിനി വേണ്ടത് ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസസ് ആണ് കാണേണ്ടത്. നമുക്ക് ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസസ് ആണ് കാണേണ്ടത്. ഒരു സംഖ്യയുടെ, അതായത് ഏതെങ്കിലും ഒരു സംഖ്യയുടെ ആറിൻ്റെ ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ നമുക്ക് എങ്ങനെ കാണാം? ആറിൻ്റെ ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ എങ്ങനെ കാണാം? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അതായത് നമ്മളിവിടെ പഠിച്ച, അതായത് ഏതൊക്കെയോ രണ്ട് സംഖ്യനെ കൊണ്ട് 6നെ ഡിവൈഡ് ചെയ്യിപ്പിക്കാൻ പറ്റും. അപ്പം അതായത് ഏതൊക്കെയോ രണ്ട് നമ്പേഴ്സിനെ കൊണ്ട് 6നെ ഡിവൈഡ് ചെയ്യിപ്പിക്കാൻ പറ്റും ഇല്ലേ? ദാറ്റ് ഈസ് 6. അതായത് 1 2 3 4 5 6. ഓക്കെ, ഇത്രയാണ് നമുക്ക് 6 വരെയുള്ള സംഖ്യ. അപ്പം ഈ നമ്പേഴ്സിൽ ഏതൊക്കെയോ നമ്പേഴ്സ് വെച്ചിട്ട് 6നെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പം കറക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതായത് 6 ഡിവൈഡഡ് ബൈ 1 പറ്റും. 6 ഡിവൈഡഡ് ബൈ, അതായത് ഇത്രയും ലിസ്റ്റ് ഓഫ് നമ്പേഴ്സിൽ നിന്നും ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. നമ്മൾ എങ്ങനെയാണ് ഡിവൈസസ് കണ്ടുപിടിക്കാൻ പോകുന്നത്? 6ന്റെ ഡിവൈസസ് കണ്ടുപിടിക്കാൻ പോകുന്നത് നമുക്ക്, അതായത് ഡിവൈസസ് എന്തായിരുന്നു? ഏതൊക്കെയോ കുറേ നമ്പേഴ്സ് കൊണ്ട് തന്നിരിക്കുന്ന നമ്പേഴ്സിനെ കറക്റ്റായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തായാലും 6 വരെയുള്ള നമ്പർ അല്ലേ നോക്കൂ. 1 2 3 4 5 6 6 വരെയുള്ള നമ്പേഴ്സേ നോക്കൂ. 6 വരെയുള്ള നമ്പേഴ്സേ നോക്കൂ. ഇതിൽ 6 ഡിവൈഡഡ് ബൈ 1 പറ്റും. കറക്റ്റ് പറ്റും. 6 ഡിവൈഡഡ് ബൈ 2 പറ്റും. കറക്റ്റ് പറ്റും. 6 ഡിവൈഡഡ് ബൈ 3 പറ്റും. അതെ, കറക്റ്റ് പറ്റും. 6 ഡിവൈഡഡ് ബൈ 4 പറ്റൂ? ഇല്ല. 6 ഡിവൈഡഡ് ബൈ 5 പറ്റും? ഇല്ല. 6 ഡിവൈഡഡ് ബൈ 6 പറ്റും. അപ്പം എങ്ങനെയാണ് നമുക്ക് ഡിവൈസേഴ്സ് കിട്ടിയത്? നമ്മൾ ഓരോ നമ്പർ, അതായത് 6 ആണ് നമ്മുടെ നമ്പർ എങ്കിൽ, അല്ലെങ്കിൽ എക്സ് ആണ് നമ്മുടെ നമ്പർ എങ്കിൽ 1 to x വരെയുള്ള നമ്പർ എടുക്കും. എന്നിട്ട് നമ്മളെ നമ്പറുമായിട്ട് അതായത് നമ്പറുമായിട്ട് ഓരോ നമ്പറും ഡിവൈഡ് ചെയ്യും. 0 ആണോ? ഇത് ബ്രൂട്ട് ഫോഴ്സ് അപ്രോച്ച് ആണ്. ഓരോ നമ്പേഴ്സും ഡിവൈഡ് ചെയ്ത് വെക്കും. ഇതിപ്പോൾ ഞാൻ 6ന്റെ എക്സാമ്പിൾ എടുത്ത്. 9ന്റെ എക്സാമ്പിൾ ആണെങ്കിലോ? 9ന്റെ എക്സാമ്പിൾ ആണെങ്കിൽ എന്താ ചെയ്യാം? 9ന്റെ എക്സാമ്പിൾ ആണെങ്കിൽ ഞാൻ എൻ്റെ 9ന്റെ എക്സാമ്പിൾ ആണെങ്കിൽ 9 എടുക്കും. 1 2 3 4 5 6 7 8 9. അതായത് ഈ 9 നമ്പേഴ്സിലും ഈ 9 നമ്പേഴ്സ് എടുക്കും. അതിൽ 1 കൊണ്ട് ഇതിലെ ഓരോ നമ്പേഴ്സും വെച്ച് ഡിവൈഡ് ചെയ്ത് നോക്കും. 0 വരുന്നതായിരിക്കും ഇതിൻ്റെ ഡിവൈസസ്. 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, 2 കൊണ്ട് പറ്റില്ല, 3 കൊണ്ട് പറ്റില്ല, 4 5 3 കൊണ്ട് പറ്റും, 3 കൊണ്ട് പറ്റും, 1 കൊണ്ട് പറ്റും, 3 കൊണ്ട് പറ്റും, ഇതൊന്നും പറ്റില്ല, പിന്നെ 9 പറ്റും. എങ്ങനെയാണ് നമ്മൾ നോക്കി? അതുവരെയുള്ള 9 വരെയുള്ള നമ്പേഴ്സ് എഴുതി ഓരോ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്ത് അതിനുശേഷം കണ്ടുപിടിച്ചു. അപ്പം ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? ഡിവൈസേഴ്സിനെ കണ്ടുപിടിക്കുന്നത്. ഇങ്ങനെയാണ് നമ്മൾ ഡിവൈസേഴ്സിനെ കണ്ടുപിടിക്കുന്നത്. ചില ഡൗട്ടില്ലല്ലോ, എങ്ങനെയാണ് നമ്മൾ ഡിവൈസറിനെ കണ്ടുപിടിച്ചതെന്ന്? ഓക്കെ, അപ്പം നമുക്ക് ഡിവൈസർ കിട്ടുന്നുണ്ട്. ഡിവൈസർ കിട്ടുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ നമ്പേഴ്സും ഡിവൈസർ കിട്ടുന്നുണ്ട്. ഡിവൈസർ കിട്ടുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ നമ്പേഴ്സും ഓക്കെ, നമുക്ക് ഞാൻ കുറച്ച് ഔട്ട് ഓഫ് ഫോക്കസ് ആയിപ്പോയി. ആൻഡ് നമുക്ക് ഡിവൈസേഴ്സിനെ കിട്ടിയ, അതായത് അതാണല്ലേ നമുക്ക് വേണ്ടത്. ഡിവൈസറിനെ കിട്ടുന്നത് എങ്ങനെയായിരുന്നു? നമ്മൾ ബ്രൂട്ട് ഫോഴ്സ് അപ്രോച്ച് ആയിരുന്നു നമുക്ക് ഡിവൈസേഴ്സിനെ കിട്ടാൻ വേണ്ടി. അതായത്
ഇപ്പം എക്സ് 8 വരെയാണെങ്കിൽ 8 വരെയുള്ള നമ്പേഴ്സിനെ ലൂപ്പ് ചെയ്യിപ്പിക്കും ലൂപ്പ് ചെയ്യിപ്പിക്കും എന്നിട്ട് 8ആയിട്ട് ഡിവൈഡ് ചെയ്യും. റിമൈൻഡർ 0 ആണോ നോക്കും. 0 ആണെങ്കിൽ അതിലേക്ക് അപ്ലൈ ചെയ്യും. ഞാൻ അപ്ലൈ ചെയ്യിപ്പിക്കും. അത് ഫോർ ലൂപ്പാണ് ഇല്ലേ? ഫോർ ലൂപ്പിൽ നമുക്കങ്ങനെ ചെയ്യാൻ പറ്റും. ഫോർ ലൂപ്പ് അല്ലാതെ അപ്പം ഫോർ ലൂപ്പ് വരുമ്പോൾ തന്നെ 2 ഫോർ ലൂപ്പ് വേണം. കാരണം 8 അങ്ങനെ ചെയ്ത് നോക്കണം. അതിനുശേഷം 14 അങ്ങനെ ചെയ്ത് നോക്കണം. അപ്പൊ നമുക്ക് 2 ഫോർ ലൂപ്സ് വേണ്ടി വരും. എന്ത് വേണ്ടി വരും? 2 ഫോർ ലൂപ്സ് വേണ്ടി വരും. ഞാൻ ഓൾറെഡി ഒരു കോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതായത് ഈ ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ കാണാൻ വേണ്ടിയുള്ള ഒരു കോഡ്. അത് ഇതാണ്. ഇതിന് ഞാൻ കൺസെപ്റ്റ് മാത്രം ഒന്ന് പറഞ്ഞതാണ്. ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ കാണാനുള്ള കൺസെപ്റ്റ്. അതായത് എനിക്ക് 2 നമ്പേഴ്സ് ഉണ്ട്. ആ 2 നമ്പേഴ്സിനെ ഞാനെടുത്ത് 6ഉം 9 അതിൻ്റെ നമ്പർ ഒരു എംപ്റ്റി അറേ. കാരണം നമുക്ക് ഡിവൈസേഴ്സിനെ പുഷ് ചെയ്യാൻ വേണ്ടി അതിന് അതായത് 1 മുതൽ, കാരണം 6 ആണെങ്കിൽ 7 വരെ റൺ ചെയ്യിപ്പിക്കണം. എന്നാലും കറക്റ്റ് 6 കിട്ടും. 1 മുതൽ 7 വരെ റൺ ചെയ്യിപ്പിക്കുന്നു. 1ഉം അതായത് എൻ്റെ ഈ നമ്പറും 6ഉം 1ഉം ഡിവൈഡ് ചെയ്യുന്നു. 0 ആണോ? 0 ആണെങ്കിൽ എൻ്റെ ഇതിലേക്ക് അപ്പൻഡ് ചെയ്യും. അതുപോലെ തന്നെ ജെയും ചെയ്യുന്നു. എന്നിട്ട് എനിക്ക് ഗ്രേറ്റസ്റ്റാ വേണ്ടത്. ഗ്രേറ്റസ്റ്റാ വേണ്ടതെന്ന് പറയുമ്പോൾ ഈ അറയിൽ ഏറ്റവും ലാസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് -1, ഈ ഡിവൈസർ ഓഫ് 6ന്റെ -1 പ്രിന്റ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ഗ്രേറ്റസ്റ്റ്. അപ്പോൾ ഇതാണ് ഞാൻ ജസ്റ്റ് ഒരു ബ്രൂട്ട് ഫോഴ്സ് അപ്രോച്ച്. പക്ഷേ ഇത് കറക്റ്റ് ആണെങ്കിലും ഇതൊരു ഒപ്റ്റിമൈസ്ഡ് അപ്രോച്ച് അല്ല. ഓക്കെ, അതിന് ഇവിടെ ഇപ്പം നമുക്ക് അത് ചെയ്യാം. അതിന് കോഡ് ഞാൻ ഓൾറെഡി ചെയ്തു തന്നു, അതിൻ്റെ ലോജിക്കും പറഞ്ഞു തന്നു. പക്ഷേ നമുക്ക് LCM കണ്ടുപിടിക്കാൻ ഞാനൊരു ഇക്വേഷൻ പറഞ്ഞതുപോലെ ഗ്രേറ്റസ്റ്റ് കോമൺ മൾട്ടിപ്ലയർ കണ്ടുപിടിക്കാനും ഒരു അപ്രോച്ച് ഉണ്ട്. ആ അപ്രോച്ചിന് അതൊരു അൽഗോരിതമാണ്. ആ അൽഗോരിതത്തിന്റെ പേര് നിങ്ങൾ പഠിക്കേണ്ടിയിരിക്കുന്നു. അത് കാണാതെ ഒന്നുമല്ല, ജസ്റ്റ് ഒന്ന് അവെയർ ആയിരിക്കണം. ഇറ്റ് ഈസ് യൂക്ലിഡിയൻ അൽഗോരിതം. ഐ എം സോറി, എനിക്ക് പ്രൊനൗൺസിയേഷൻ തെറ്റാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ പ്രൊനൗൺസ് ചെയ്യുന്നില്ല. ഞാൻ ജസ്റ്റ് സ്പെല്ലിങ് മാത്രം ഒന്ന് എഴുതി കാണിക്കാം. UEUDEAN. I think it is യുക്ലിഡിയൻ സംതിങ്, അങ്ങനെ ഒരു അൽഗോരിതമാണ് യുക്ലിഡിയൻ. ഞാൻ വീണ്ടും ക്ഷമിക്കുന്ന എൻ്റെ പ്രൊനൗൺസിയേഷൻ തെറ്റാണെങ്കിൽ സംതിങ്. ഈ അൽഗോരിതം, ഇങ്ങനെ ഒരു അൽഗോരിതം ഉണ്ട്. ഒരു അൽഗോരിതം അല്ല, നമ്മൾ അൽഗോരിതം എന്ന് പറയുന്നെങ്കിലും ഇതൊരു മെത്തേഡാണ്. പെട്ടെന്ന് ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ കാണാനുള്ളൊരു മെത്തേഡാണ്. ആ മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് 2 നമ്പേഴ്സ് ഉണ്ട് അല്ലെ? നമുക്ക് എന്തുണ്ട്? 2 നമ്പേഴ്സ് ഉണ്ട്, എയും ഉണ്ട് ബിയും ഉണ്ട്. ഇതില് വലിയ നമ്പറിനെ ചെറിയ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. വലിയ നമ്പറിനെ ചെറിയ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ചെയ്തിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു റിമൈൻഡർ കിട്ടും. ഞാനിപ്പം x എന്നുള്ള റിമൈൻഡറാണ്. വീണ്ടും നെക്സ്റ്റ് നമ്പറിനെ x കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ എനിക്ക് വീണ്ടും y എന്നുള്ള കിട്ടി. ഞാൻ വീണ്ടും y കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ എനിക്ക് 0 കിട്ടി. അങ്ങനെയാണെങ്കിൽ ഈ y ആണെന്ത്? എൻ്റെ ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസ്. മനസ്സിലായോ? അതായത് എനിക്ക് 2 നമ്പേഴ്സ് ഉണ്ട്, എയും ബിയും. അല്ലെങ്കിൽ ഞാനിവിടെ കറക്റ്റ് എക്സും വൈ ഇട്ട് കാണിക്കുന്നു. എനിക്ക് 2 നമ്പേഴ്സ് ഉണ്ട്, ഓക്കെ എയും ബിയും തന്നെ മതി. 2 നമ്പേഴ്സ് ഉണ്ട്, എയും ബിയും. ഞാൻ എന്തിനാ വലിയ നമ്പർ ഞാൻ എടുക്കുന്നു, ദാറ്റ് ഈസ് വൈ. ഈ വൈ വരെ ലൂപ്പ് ചെയ്യിപ്പിക്കണം.
അപ്പം 6ഉം 9 ആണെങ്കിൽ 6ഉം 9ഉം ആണെങ്കിൽ 9 വരെ എന്ത് ചെയ്യണം, ഇത് ലൂപ്പ് ചെയ്യിപ്പിക്കണം. എന്നിട്ട് ഈ 6ഉം 9ഉം 6ഉം 9 എന്ന് പറയുമ്പോൾ ഞാൻ 6നെയും 9നെയും വാങ്ങി വെക്കുന്നത് എക്സിലും വൈയിലും ആയിട്ടാണ്. 6നെയും 9നെയും വാങ്ങി വെക്കുന്നത് എക്സിലും വൈയിലും ആയിട്ടാണ്. എന്നിട്ട് എൻ്റെ എക്സ് എന്ന് പറയുന്നതും വൈ എന്ന് പറയുന്നതും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു ഡിവൈഡ് ചെയ്യുന്നു. വൈ എന്ന് പറയുന്നത് എപ്പോഴും അതേ നമ്പറാണ്. കാരണം വൈ എന്ന് പറയുന്നത് എപ്പോഴും ഓക്കെ സോറി, വൈ എന്ന് പറയുന്നത് എപ്പോഴും അതേ നമ്പർ അല്ല, എക്സിലേക്ക് വൈയും, ഇനി എൻ്റെ വൈ എന്ന് പറയുന്നതാണ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താ ഒരു അതായത് ഇതിൽ ഡൗട്ട് ഉള്ളവർക്ക്, അതായത് എക്സും വൈയും ഉണ്ട്. ഞാൻ പറഞ്ഞ എന്താ, വലിയ നമ്പറിനെ ഫസ്റ്റ് ചെറുത് കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അപ്പം ഒരു റിമൈൻഡർ കിട്ടും. വീണ്ടും അതിനെ ഡിവൈഡ് ചെയ്യുക, അങ്ങനെ. അപ്പം എക്സ് എന്ന് പറയുന്നത് എപ്പോഴും വൈ ആണ്. അപ്പം നമ്മൾ വൈ ആണ്. ഇനി എൻ്റെ വൈ ആണ് മാറുന്നത്. വൈ എങ്ങനെയാണ് മാറുന്നത്? വൈ മാറുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, വൈൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താ, വലിയ സംഖ്യേനെ നമ്മുടെ ഈ എക്സ് ഡിവൈഡഡ് ബൈ വൈ, ആ റിമൈൻഡർ ആണ് എൻ്റെ വൈ. മനസ്സിലായോ? അതായത് 6ഉം 9ആണ് എൻ്റെ വാല്യൂസ്. 6ഉം 9ആണ് എൻ്റെ വാല്യൂസ്. മനസ്സിലായില്ലേ? അതിൽ എക്സും വൈ എന്ന് പറയുന്നത് 6ഉം 9ഉം ആദ്യം. ഇപ്പം വൈ, അപ്പം ഈ 6 എന്തായി, 9ആയി. ഇനി എക്സ് ഡിവൈഡഡ് ബൈ വൈ എന്ന് പറയുമ്പം എങ്ങനെയാണ്? എക്സ് ഡിവൈഡഡ് ബൈ വൈ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? അപ്പം എക്സ് എന്ന് പറയുന്നത് 6ഉം വൈ എന്ന് പറയുന്നത് 9. ആദ്യം നമ്മൾ ഇനി 6ലേക്ക് എൻ്റെ 9 കൊണ്ട് വെച്ചു. 6ലേക്ക് എൻ്റെ 9 കൊണ്ട് വെച്ചു. അതായത് now എക്സ് എന്ന് പറയുന്നത് 9ഉം വൈ എന്ന് പറയുന്നത് എങ്ങനെയാണ്? വൈ എന്ന് പറയുന്നത് എക്സ് ഡിവൈഡഡ് ബൈ വൈ. സോറി എക്സ് ഡിവൈഡഡ് ബൈ 9 വൈ ആയിരുന്നു അല്ലേ? എനിക്കും ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഐ എം റിയലി സോറി. നമ്മുടെ രണ്ട് നമ്പേഴ്സ് എന്താ, 6ഉം 9ഉം. വൈ എന്ന് പറഞ്ഞാൽ എന്താ, അപ്പം 6ഉം 9ഉം എക്സും വൈയും. ഞാൻ ആദ്യം വൈ കൊടുത്തു. ഇനി എക്സ് റിമൈൻഡർ ഓഫ് വൈ എന്ന് പറഞ്ഞാൽ എക്സ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഏതാ വാല്യൂ? വൈ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ റിമൈൻഡർ എക്സ് ഡിവൈഡഡ് ബൈ 9. അപ്പോൾ ഇവിടെ എക്സ് ഡിവൈഡഡ് ബൈ 9 എന്ന് പറഞ്ഞാൽ 6 ഡിവൈഡഡ് എന്ന് പറഞ്ഞാൽ 6 ഡിവൈഡഡ് ബൈ 9. 6 ഡിവൈഡഡ് ബൈ 9ൻ്റെ റിമൈൻഡർ എപ്പോഴാണ്? 6 ഡിവൈഡഡ് ബൈ 9ൻ്റെ റിമൈൻഡർ 6. 6 ഡിവൈഡഡ് ബൈ 9ൻ്റെ റിമൈൻഡർ എന്താണ്? വിച്ച് ഈസ് 6 കിട്ടി. ഇനി അടുത്ത അപ്പോൾ നമ്മുടെ എക്സും വൈയും എന്തായി? 9ഉം 6. വീണ്ടും 9ഉം 6ഉം. ഓക്കെ, സ്റ്റെപ്പ് പറയുകയാണെങ്കിൽ ഇനി ഞാൻ ഓക്കെ, ഇതാണ് സിസ്റ്റം. ഇനി ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. സ്റ്റാർട്ട് ചെയ്യുന്നത് എക്സ് 6ഉം വൈ 9ഉം. സ്റ്റാർട്ട് ചെയ്യുന്നത് എക്സ് 6ഉം വൈ 9ഉം.
ഓക്കെ, x6ഉം y9. ആദ്യം ഞാൻ എന്താ ചെയ്യുന്നത്, y9. അപ്പം 6/9 എന്ന് പറയുന്നത് 6 ആണ്. 6 അപ്പം നൗ x എന്ന് പറയുന്നത് 9, കാരണം y ആണ് 9ഉം y എന്ന് പറയുന്നത് 6ഉം. 9ഉം 6y. അപ്പൊ ഇപ്പൊ എൻ്റെ ഇവിടെ ആരൊക്കെ, 9ഉം 6y. ഇനി x എന്ന് പറയുന്നത് y ആ, അപ്പൊ എന്തായി, 6 ആയി. y എന്ന് പറയുമ്പോൾ ഡിവൈഡ് ചെയ്യും, ആരെ ഡിവൈഡ് ചെയ്യും, 9/6, കാരണം x/y ആണ് 3. പിന്നെ ആരെ ഡിവൈഡ് ചെയ്ത്, അപ്പൊ ഇത് ബ്രേക്ക് ചെയ്ത് വന്നു, അതിനെ ഡിവൈഡ് ചെയ്ത് വന്നു വലിയ സംഖ്യ. അതായത് 10ഉം 5ഉം ആണെങ്കിൽ ആദ്യം എക്സ് എന്ന് പറയും 10ഉം 5ഉം 10 ആകും, എന്നിട്ട് ആയിട്ട് 10/5 10, പിന്നെ 10/5 അങ്ങനെ പോകും. അപ്പൊ നമുക്ക് അതിന്റെ കോഡ് എങ്ങനെ എഴുതാമെന്ന് ചോദിച്ചാൽ, കോഡ് നമ്മൾ എങ്ങനെയാണ് എഴുതുന്നത്, കോഡ് എങ്ങനെ എഴുതാമെന്ന് ചോദിച്ചാൽ, നമ്മൾ ഏതുവരെ ലൂപ്പ് ചെയ്യിപ്പിക്കണം, y, കാരണം വലിയ സംഖ്യ y 9 വരെ ലൂപ്പ് ചെയ്യിപ്പിക്കണം. 6, 9 എക്സാമ്പിൾ ആണ് കൊടുക്കുന്നത്. 9 വരെ ലൂപ്പ് ചെയ്യിപ്പിക്കണം. എന്നിട്ട് എക്സും വൈയും ആണ്. അതിൽ എക്സ് എന്ന് പറയുന്നത് വൈയും y എന്ന് പറയുന്നത് ഇത്. എന്നിട്ട് നമ്മൾ ആരാണ് റിട്ടേൺ ചെയ്യേണ്ടത്, റിട്ടേൺ എക്സ്. ഈ എക്സ് ആയിരിക്കും എന്ത്, ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ. അപ്പൊ ഞാൻ അതിന്റെ ഡെഫിനിഷൻ ആക്കിയിട്ടാണ്, ഡെഫിനിഷൻ ഓഫ് ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ എക്സും വൈയും. ജസ്റ്റ് അല്ലെങ്കിൽ ഡയറക്റ്റ് എഴുതിയാലും മതി. അപ്പം എനിക്ക് എൻ്റെ ഫസ്റ്റിലെ ലൂപ്പ് കിട്ടി. ഇനിയിപ്പോൾ ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ കിട്ടിയേ, റിട്ടേൺ എക്സ് റിട്ടേൺ ചെയ്തു. ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്, ഓക്കെ. ഇനി എനിക്ക് LCM ആണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് LCM ആണ് കണ്ടുപിടിക്കേണ്ടത്. LCM കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ, എൻ്റെ എയും ബിയും, a into b, LCM കണ്ടുപിടിക്കാനുള്ള വാല്യൂ ഇക്വേഷൻ എങ്ങനെയാ, a into b divide of greatest common divisor of function അല്ലേ, greatest common divisor of a and b. ഇനി ഞാൻ ഇവിടെ ഇങ്ങനെ കോൾ ചെയ്യുന്നതിന് പകരം ഞാൻ ഇതിനെ വേറൊരു വേരിയബിളിലേക്ക് ആക്കാണ്. അപ്പൊ എന്താ, ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസറിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഇതാണ്, ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസറിന്റെ വാല്യൂ, ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ. എന്നിട്ട് ഇനി ഞാൻ എന്താ റിട്ടേൺ ചെയ്യേണ്ടത് ഒരു ലിസ്റ്റ് ആണ്. എന്ത് ലിസ്റ്റാണ് റിട്ടേൺ ചെയ്യേണ്ടത്, ഒരു ലിസ്റ്റ് ആണ്. ഈ ലിസ്റ്റ് എന്താ ചെയ്യേണ്ടത്, ആദ്യം LCMന്റെ വാല്യൂ, രണ്ടാമത് ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസറിന്റെ വാല്യൂ. ഐ ഹോപ്പ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കട്ടെ. എറർ ഉണ്ട്. എന്താണ് എറർ, syntax error. Okay, syntax to expected. X is not defined.
ഓക്കെ, അത് നമ്മൾ ഓക്കെ 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 ഞാൻ ഇവിടെ ഇങ്ങനെ കൊടുക്കേണ്ട കാര്യം ഉണ്ടായില്ല, കാരണം ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ എ ബി, ഇവിടെ എ ബി എന്ന് കൊടുത്തിട്ടുണ്ടല്ലോ. ഓക്കെ, ആക്യുറസി 100%. നമുക്കൊരു വെറും ബിഗിനർ ലെവൽ പ്രോബ്ലം റിസോൾവ് ചെയ്യാൻ ഓൾമോസ്റ്റ് 14 മിനിറ്റ്സ് എടുത്തു. നമുക്ക് നോക്കാം ഇൻ ഫ്യൂച്ചർ എത്ര മിനിറ്റ് എടുക്കും. താങ്ക് യു.